ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோல எதை பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம மலையாள எக்கோ மூவி தான் சீன் 1 இன்னைக்கு வந்து ரியாக்ட் பண்ண போறோம். எக்கோ மூவி வந்து த்ரில்லர் மூவின்னு சொல்லிட்டு நான் ரிவ்யூ வந்து பார்த்தேன். நம்ம சேனல்ல வந்து த்ரில்லர் மூவி இப்போ லாஸ்ட்டா வந்து டிஸ்ரே வந்து நம்ம பிரணாப் மோகன்லால் நடிச்ச டிஸ்ரே வந்து ஒரு சீன் 2 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். நம்ம சேனல்ல வந்து த்ரில்லர் மூவி நெறையா ஒரு 4, 5 மூவி கிட்ட ரியாக்ட் பண்ணியிருக்கோம். த்ரில்லர் மூவி வந்து இந்த காமெடி சரிகத சந்து வந்து பண்ணியிருக்கோம். அதுக்கப்புறம் வந்து ஹோஸ்டின் ஹவுஸ் அது வந்து பண்ணியிருக்கோம். ஆ கிளிச்செண்டி மம்மஜம் அது ஒரு ஹானர் ஒரு காமெடி மூவி மாரி. நெறைய மூவி வந்து நம்ம ரியாக்ட் பண்ணியிருக்கோம். இப்போ வந்து எக்கோ ஃபுல் மூவி அந்த மாரி ரியாக்ட் பண்ணுறோம். இதுல வந்து யார் யார் நடிச்சிருக்கா என்னன்னு சொல்லிட்டு தெரியல. உள்ளுக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம். தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோவ லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். ഷോബിൻ അതെ ഈ ടൈംസ് കിട്ടിയ ഇതും ഒക്കെ എടാ ഈ മോഹൻ പോത്തിന് ഏത് റൂമിലാ 203 വിനീത് മോഹൻ സാറ് അപ്പുട്ടി അതെ 8 മണിക്ക് എത്തണമെന്ന് തോമസ് സാർ പറഞ്ഞിരുന്നു. കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാണ്. ഫൈൻ, നമുക്കത് വിടാം. ഈ ബാഗൊക്കെ ഒന്ന് ജീപ്പിലേക്ക് വെച്ച്. കർണാടകത്തിലെ ബ്രഹ്മഗിരി ഫോറസ്റ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാട്ടുകുന്നായി പറഞ്ഞു സാർ. അപ്പൊ അവിടെ നിന്ന് കർണാടക കാണാം. പിന്നെ ഈ പൽചക്രമില്ലേ, പൽചക്രം അതുകൊണ്ട് മലകളുടെ ഒരു പൽചക്രമായ ഏരിയ ഇങ്ങനെ പിണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഒന്ന് കേരളമാണെങ്കിൽ തൊട്ടപ്പുറത്തെ മല കർണാടക, പിന്നെ കേരളം. സാർ എങ്ങനെ കേട്ടെ ഈ സ്ഥലത്തെ പറ്റി? പഴയ ഒരു പരിചയക്കാരൻ ഒരുമിച്ച് ജോലി ചെയ്തതാ. ആൾക്ക് അവിടെ കുറെ സ്ഥലവും വീടും ഉണ്ടെന്ന് പണ്ടേ പറയാറുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഏത് സ്ഥലം വീടും? കുര്യച്ചന്റെ யாரோட வாய்ஸ் കുര്യച്ചന്റെ കാര്യം തന്നെയാ പറഞ്ഞ. കുര്യച്ചൻ അതെന്നെ. ഓ, നിങ്ങൾ ദോസ്തുക്കളല്ലേ? അത് ശരി. കുട്ടി ബാഗ് എടുത്ത് നടന്നു. ഇത് ഞാൻ കൊണ്ടുവന്നോളാം. செம்மையா இருக்கு ஏரியா. ഭൂതം പുറത്ത് ചാടത്തൊന്നുമില്ല പൂട്ടി, പേടിക്കാണ്ടിരി. വീട്ടിലുള്ള ഡോഗാ പട്ടിച്ച്. മനസ്സിലായി മനസ്സിലായി. എന്നാലും സാറിന്റെ ഒരു വല്ലാത്ത ഐഡിയ ആയിക്കോ കേട്ടോ. എന്ത്? ഈ ജാരസന്ധതി ഒപ്പിക്കൽ പരിപാടി. കാട്ടുകുന്നേലുള്ള പട്ടികൾ ഏതാണ്ട് മുറ്റനമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാണാനും കിണിയോക്കാനൊക്കെ വരാറുണ്ട്. ഇരുപറ്റലിന്റെ അടുത്ത് വല്ല നമ്പർ കേൾക്കൂ. ആദ്യമൊക്കെ മലേഷ്യയില് മാത്രം ഉണ്ടായിരുന്ന ഒരു ബ്രീഡാ. കാണാൻ നമ്മുടെ നാടൻ നായക്കൂട്ട് തന്നെ ഇരിക്കും, പക്ഷെ മുതല് വേറെ. ഞാനും കുര്യച്ചനും പണ്ട് അതിനെ കുറിച്ച് പഠിക്കാൻ മലേഷ്യ പോയിട്ടുണ്ട്. കുര്യച്ചൻ പിന്നെ പട്ടികളെ തപ്പി പോകാത്ത സ്ഥലമുണ്ട്. പുള്ളിക്കാരൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജോഡികളിൽ നിന്നാ ഇവനുള്ളതൊക്കെ പെറ്റി വിലയിക്കുന്നത്. ഇന്ന് മലേഷ്യയിൽ പോലും ഇല്ല ഇതിന്റെ പ്യുവർ ബ്രീഡ്. അതന്നെ
ഒക്കെ ക്രോസ് ആയി പോയി. നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല തന്തയ്ക്ക് പിറന്ന വെർഷൻ ഉള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്ര. കുര്യത്തിന് സാധാരണ എല്ലാം നശിപ്പിച്ച ശീലം. ഈ പട്ടിവംശമെങ്കിലും അങ്ങനെ കാരണം ബാക്കിയായല്ലോ. മുന്നോട്ട് കിടക്കണം. ഇതുവരെ പൊതുസ്ഥലമുള്ളൂ. ഇവിടുന്ന് മേലോട്ടുള്ള 150 ഏക്കർ കുര്യത്തിന്റെ. വേണ്ട വേണ്ട, നമുക്ക് ആരുടെ പ്രൈവറ്റ് സ്ഥലത്തൊന്നും കയറണ്ട. അപ്പോട്ടി ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിക്കോ. யாரோட வாய்ஸ் தானே இருக்கு? உண்மையாலுமே வினீத் இப்படிதான் இருக்காரா இல்ல மேக்கப்பா இது? അല്ലെങ്കിൽ ഇതിനപ്പുറം പോകാതിരിക്കുന്ന നല്ലത്. വെറുതെ ആ പെണ്ണുപിള്ളയുടെ ചാടിക്കണ്ടല്ലോ. ഏത് പെണ്ണുമിള്ള? നാത്തിച്ചേട്ടത്തി കുര്യച്ചന്റെ മലാത്തിക്കാരി. ആ നിങ്ങൾ പരിചയക്കാരെന്ന് പറഞ്ഞിട്ട് കുടുംബത്തെ ഒന്നും പരിചയമില്ല. എത്ര എണ്ണെന്ന് വെച്ചിട്ടാ? തിരുവല്ലയിലും തൃശ്ശൂരും ഉള്ള കെട്ടിയോളുമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. മലേഷ്യൻ സെറ്റപ്പ് വന്ന പിന്നെ അങ്ങോട്ടൊന്നും വലിയ ടച്ചില്ലെന്നായിരുന്നു. ആ അതാ നാത്തിച്ചേർത്തിയുടെ പാവം. ശരിക്കും അവരെ കെട്ടിയ പിന്നെ കുര്യച്ചന്റെ സമയം തെളിഞ്ഞെന്ന് പറയാം. ചേട്ടത്തിക്ക് ചില മലേഷ്യൻ കൂടുതൽ വശമുണ്ടെന്ന് ഒരു പറച്ചിലുണ്ട്. കുര്യച്ചനെ കുറിച്ച് അന്വേഷണമൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ അന്വേഷണം? 5-6 കൊല്ലമായില്ലേ. ഒരിക്കലെങ്ങാണ്ട് പെരുമ്പാവൂരുള്ള പെണ്ണുമ്പിളെ കാണാൻ പോയത് പത്രത്തിലുണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ കത്തുകൾ മാത്രമേ വരാറുള്ളൂ. എവിടാണെങ്കിലും പോലീസ് മണപ്പിച്ചെത്താനുള്ള പാതി സമയം വേണ്ട കുര്യച്ചന് മുങ്ങാൻ. ஹைனா மாதிரி இருக்கு. സുന്ദരിയല്ലേ അപ്പൂട്ടി? ഇവിടെ ഉള്ളവന്മാരുടെ തപസ്സുകളൊക്കെ ഇവള് പോരെ. എനിക്ക് ഈ പറ്റിയുടെ കാമശാസ്ത്രം ഒന്നും അറിയത്തില്ല. സാറപ്പോ ഇത് ലോഡാകുന്നവരെ കാട്ടി കഴിയാൻ പോവാ. കാണാതെ ലോഡായോ ഇല്ലയോന്ന് എങ്ങനെ ഉറപ്പിക്കും? അപ്പൊ കഴിക്കാനൊക്കെ 3 ആഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് പഴവും കായൊക്കെ കാട്ടി കാണില്ലേ. ആ ലൈഫ് സ്റ്റൈലൊക്കെ നല്ല ശീല. കുര്യച്ചന്റെ കൂടെ നടന്നവരൊക്കെ ആ കാറ്റിച്ചിട്ട് തട്ടിയില്ലെങ്കിലേ ഉള്ളൂ. എക്കോ எட்டு மாசத்துக்கு அப்புறமா முன்னாடியா? ഡോക്ടറെ ഇനിയും വലിപ്പിച്ചാ പുറ വരും. അപ്പൊ ചേട്ടന്റെ എളുപ്പം കാര്യം തീർത്ത് ഡോക്ടറെ പറഞ്ഞു. ഇരുട്ട് നിൽക്കുമ്പോ കുന്നിറങ്ങണം. ആ പുളിമരത്തിൽ ഒരു 100 മീറ്റർ വീടായി. ആ മരം വരെയുള്ള 200 മീറ്ററോ ഇപ്പൊ വരെ ഡോക്ടർ തന്നെ ആണല്ലോ അല്ലേ? പിന്നെ എന്തായാലും നീ ചേട്ടത്തിയുടെ കൂടെ തന്നെ നിൽക്കണം. നാടുപിടുത്തേ വരുന്നുള്ളല്ലേ? ഇങ്ങോട്ട് പോസ്റ്റിംഗ് വരുന്നവർ മിക്കവരും തെക്കുള്ളവരാ. കണക്കുന്നുണ്ടോ? കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇത്ര പൊക്കത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ലേ? മിച്ചവർ ഈ കയറണം. എണ്ണപ്പോഴും കപ്പളങ്ങി എന്നാ കണ്ടില്ലേ? നിങ്ങളെയാണോ അല്ല ഇവിടെ ഇങ്ങനെ കഴിയണ? ചെവി അടഞ്ഞ പോലൊന്നും ഇല്ലല്ലോ. റൊട്ടി പാരിയുമൊക്കെ കഴിച്ചു. ശരി, നേരെ ആവട്ടോ. ചെറിയണ്ട, മലന്ന് തന്നെ കിടന്നാ മതി.
എല്ലാരും മാത്തിച്ചേർത്തിന്നാ വിളിക്കുന്നേ. ഡോക്ടർ പേര് തന്നെയല്ലേ ചോദിച്ചത്? അതെ അതെ. ഇയർ ബാലൻസിന് തന്നെയാണല്ലേ? ആ സ്വതവേ കേൾവിക്കുറവൊന്നുമില്ലല്ലോ? അയ്യോ കുറവാ. ഞാൻ പേടിച്ചിട്ട് മനസ്സിൽ പോലും ഒന്നും പറയാറില്ല. ഡബിൾ പവറാ. ശരി, ഞാൻ ഡോക്ടറെ ജീപ്പിലാക്കിട്ട് വരാം. വഴിയറിയാം, കുഴപ്പമില്ല. ഇല്ല, ഞാനും വരാം. ചിലപ്പോ പട്ടികളാണ്. പരിചയമില്ലാത്തവരുടെ ഇച്ചിരി പെശക. ഞാനോ ചേട്ടത്തിനുണ്ടെങ്കിൽ കുറച്ച് മരുന്നാണ്. ഇത്രയും ഹൈറ്റിലാകുമ്പോ പ്രഷർ കൊണ്ടും ഇയർ ബാലൻസ് പ്രശ്നം വരും. ആ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലേ? 2 എണ്ണം. ഈ സൂക്കേടൊക്കെ വെച്ച് ഇമാതിരി ഒരു സ്ഥാനത്ത്. ഡോക്ടറെ, ജീപ്പിന്റെ അല്ല അത് ഞാൻ സ്റ്റാൻഡ് വെച്ച് തന്നെ കൊടുത്തു. ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ മൊത്തം പൈസ അഡ്വാൻസ് കൊടുക്കണം, എന്നാലും ജീപ്പ് എടുത്തു. ഇതൊന്ന് പൊക്കിക്ക്. സിബിയെ, ആരാണ് ഉള്ളേ? സിബിയെ കേൾക്കാം? ആ ഷാജ, ഞാനിവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയേ. 7:15 വിട്ടു. ആ ഓവർ. ഇതെന്നാ പോലീസുകാർ ഏർപ്പാടാക്കിയ സെറ്റപ്പാ. 7:15 പുറപ്പെട്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നോ? 8 മണിക്കുള്ളിൽ ജീപ്പ് അടിവാരത്തെത്തിയില്ലെങ്കിൽ അവിടെ ഉള്ളവര് പോലീസിനെ അറിയിക്കണമെന്നാ. ഓ, കൽക്കണ്ണം വാങ്ങ ഒത്തില്ല, വിട്ടുപോയതാ. ഡോക്ടർ ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് പൊക്കാനുള്ള പാച്ചിലല്ലായിരുന്നോ? മറ്റന്നാ എന്നാ? മറ്റന്നാളെ പോസ്റ്റ് ഓഫീസിൽ. ഒയ്യോ. കാലത്തൊട്ടുണ്ടല്ലോ ഏട്ടത്തി, കുഴപ്പമാണോ? വേറെ ഉടനെ കാണും, അതിന്റെയാ. ചേട്ടത്തെ, പോയി ചേട്ടത്തെ, ഉള്ളമ്പോണെങ്കിൽ വിളിക്കണേ. നീ എന്നെ കാലയിലിട്ട് മുള്ളിക്കൊന്നും വേണ്ട. ഒന്ന് തല ഇറങ്ങിയെന്നും വെച്ച് ആളെ കിടപ്പ് രോഗിയാക്കല്ലേ. മോർണിംഗ്. ആ, ഉണർന്നോ? ഇപ്പൊ കാപ്പി എടുത്തരാവേ. कोई सर हमार രതിപുഷ്പം പുതിയ ലക്കം വന്നില്ല കേട്ടോ. 10 കോപ്പി വരുത്തിച്ചതാ. എന്റെ സമാവർത്തനത്തിന് സാധനം തീർന്നു.
അത്ര കുഴപ്പം അതാണ് നാട്ടുകാർക്ക്. പിന്നെ നീ ഭയബോധത്തിന് വേണ്ടി ചോദിച്ചല്ലോ വന്നേ. നിന്നെ പാപ്പച്ച സാർ തിരക്കിയിരുന്നല്ലോ. എന്നാ കാര്യം? അത് എന്നോട് പറയൂ. താറി പോയപ്പോ തലയിട്ട് ചോദിച്ചു. എങ്ങനെ പരിപാടി? ഞാൻ പോസ്റ്റ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ശമ്പള ദിവസം. ഇവൻ ഏതാ? അത് പിയൂസ്. ആ മലയത്തിക്കാരില്ലേ കുരിയച്ചല്ല, മക്കളെ ഏർപ്പാടായി കൊടുത്തതാ. കുരിയച്ചനെ തപ്പി വരുന്ന ഒരു അമ്മച്ചി എങ്ങാനും തൊട്ടാലോ ഒന്നൊരു പേടി. അല്ലോം പറ്റിയ സ്ഥലവും പറമ്പൊക്കെ കേസിൽ കുടുങ്ങി പോകൂലേ. അതിന് നരന്തരാണോ കൂട്ടുകിടക്കാൻ പോണേ? പാവയ്ക്ക് കനം കൂടിയോ? വലിയ സ്റ്റാമ്പ് വേണ്ടി വരും. ഇതൊക്കെ ആര് വായിക്കാനാണോ? കുറ്റം പാടില്ല. വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ കടക്ക നോക്കി നോക്ക്. ഇതിലുള്ള എല്ലാ ലക്കവും കാണും. കടയിൽ പുതിയ വരുമ്പോഴേ അപ്പൂട്ടിയായിട്ടാണ് ഫസ്റ്റ് കോപ്പി. അച്ഛനറിയോ നീ എഴുതുന്ന കാര്യം? അത് പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞ ഇവിടെ നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിലോ? അത്രയ്ക്ക് വെളിവുണ്ട്. പിന്നെ ചില ചില്ലറ പൈസക്ക് പിന്നെ ഒരു സുഖത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ളൂ. ജോലി കാണാൻ പോലും ഞാൻ വയ്ക്കാറില്ല. പാപ്പച്ചൻ സാറാ ആണോ? ഇവിടെ ഓക്കെ, ഇപ്പൊ പൂരിപ്പിച്ച് അയച്ചേക്കണേ. 50 നാട്ടിലേക്കും 75 ഉണ്ണിക്കും. അപ്പൊ സാറേ കണ്ടു കിട്ടാനില്ലല്ലോ. ചേട്ടത്തേക്ക് 2 ദിവസം സുഖമില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഓക്കെ. സാറിപ്പോ ഏതോ മറുനാടൻ മല്ലന്റെ കൂടെ കറക്കാന്ന് കേട്ടു. നരേന് നീ ഒന്ന് കൂടാ. സാറിനെ കുരിയച്ചനെ കുറിച്ച് എന്താ ചോദിക്കാനുണ്ട്? മംഗലാപുരത്ത് വന്ന പോലീസല്ലേ? കാര്യം എടാ, നീ ഇന്റർവ്യൂ നടത്താന്ന് കേറിക്കേ. അല്ല, മാത്തേച്ചേട്ടൻ. മാതച്ചേർത്തി അല്ല, ഞാൻ അരി കഞ്ഞി അരി ഒട്ടുമില്ലേ? ഉണ്ട്. അപ്പൊ അവര് മഞ്ഞാഴ്ച കുടിച്ചോളൂ. നീ കയറ. എനിക്കറിയാന്നൊക്കെ പാപ്പൻ സാർ അറിയാലോ. അപ്പൊ സാറേന്നൊന്നും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. കേറാ ഇത് പറയാം.